ഉത്തമൻ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്തു. ആ റിലീസിന് വേണ്ടിയിട്ട് ഞാനും റസാഖും കൂടെ, അപ്പോൾ ബാബു ഇത്തരം ബഹളക്കളികൾക്കൊന്നും കൂടെ നിൽക്കുന്ന ഒരാളല്ല. ബാബു വന്നില്ല, ബാബു പടം കണ്ടു, ബാബു വന്ന് തന്നെ തിരിച്ചു പോയി. ഞാനും റസാഖും കൂടെ കൊച്ചിയിലൊരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പം എവർഷൈൻ ഫിലിംസിൻ്റെ മണിയണ്ണൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ റിലീസ് ഉള്ളത്. അപ്പം അവിടെ താമസിക്കുന്നു, ആൾക്കാരൊക്കെ വന്നു പോകുന്നു. പടം ഉഗ്രൻ ഒപ്പീനിയനാണ്. അപ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി അവിടെ ഇരിക്കുന്നു. നമ്മളൊരു പ്രിപ്പയർഡായിട്ട് പോയതല്ല വീട്ടിൽ നിന്ന്. പിറ്റേന്ന് തിരിച്ച് ചെല്ലാമെന്ന് പറഞ്ഞു, അന്ന് തന്നെ തിരിച്ചു പോകാമെന്നും പറഞ്ഞ് പോയതാണ്. ഞാൻ ഡ്രൈവറെ പറഞ്ഞു വിട്ടു, ഞാനും റസാഖും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ നടൻ ബാബുരാജ് വന്നു. അപ്പം പടം ഹിറ്റായതിൻ്റെ ഒരു ബാബുരാജ് അഭിനയിക്കുന്ന ഒരു പടമാണത്. അപ്പം പടം ബാബുരാജ് നല്ല ക്യാരക്ടറുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ പടം ഹിറ്റായതിൻ്റെ ഒരു ആഘോഷമുണ്ട്, എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് അടിക്കണ്ട, നമുക്ക് ബാബുരാജ് വന്ന് നമുക്ക് പുറത്ത് പോവാം. അപ്പോൾ പുറത്ത് പോകാൻ ഏതോ ഒരു മറ്റേ പോർട്ടിൻ്റെ അടുത്ത് ഇവിടെയുള്ളൊരു ഹോട്ടലിലെ റൂഫ് ടോപ്പ്. അപ്പോൾ പാൻറ്റ് ഒന്നുമില്ല, ഞാൻ 2 ദിവസമായിട്ട് ഒരേ പാൻറ്റില്ല. അപ്പോൾ ഞാനും റസാഖും ഉടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ തന്നെ വൈറ്റ് ഷീറ്റ് എടുത്ത് മുണ്ടായിട്ട് ഉടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ പോകുന്നു. ഒരു ഹോട്ടലിൻ്റെ ടോപ്പിലാണ്, റൂഫ് ടോപ്പിലാണ്. കുറേ ചെടിയൊക്കെ വെച്ചിട്ട്, ഹോട്ടലിൻ്റെ പേര് ഓർമ്മയില്ല, ചെടിയൊക്കെ വെച്ചിട്ടുള്ള ഹോട്ടൽ. അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, ഫാമിലി വന്നിരിപ്പുണ്ട്, ഡ്രിങ്ക്സും ഉണ്ട്, എല്ലാം ഉണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ ചൊറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കുറേ നേരമായിട്ട് അവിടെ ഇരുന്നിട്ട്. ഒരു കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ റസാഖിൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ പറഞ്ഞു. എന്താടാ നോക്കുന്നതെന്നെന്തോ ചോദിച്ചു. റസാഖ് ഒരു കാര്യമില്ലാതെ അവൻ്റെ കവിട്ടിട്ട് ഒറ്റടി. അവന്മാർ 10 പേരോളം ഉണ്ട്, അവന്മാരെല്ലാം കൂടെ ഇരച്ചിങ്ങി വന്നു. പിന്നെ നമ്മുടെ സിനിമയിലുള്ള ബാബുരാജ് പെട്ടെന്ന് സിനിമയിലുള്ള ബാബുരാജ് ആവുകയും, ബാബുരാജ് അങ്ങനെ ഒരാളെ ഇങ്ങനെ പിടിക്കുന്നു, ഇടിക്കുന്നു, അടുത്ത ആൾ വരുന്നു, അടുത്ത ആളെ പിടിച്ചിടിക്കുന്നു, ഒരുത്തൻ വീഴുന്നു, അവനെ ചെടിച്ചട്ടി എടുത്ത് അടിക്കുന്നു. അപ്പം ഞാൻ ബാബുരാജിനെ കയറി പിടിച്ചു. ബാബുരാജെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചോ, മാറ്, എന്നെ തുടരുത്, തൊട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ നമ്മളെ അടിക്കും, മാറി നിന്നു എന്ന് പറഞ്ഞ് ആ ബാബുരാജ് ഒറ്റയ്ക്ക് 10 പേരെ അടിക്കുക. സിനിമയിലൊക്കെ ഉള്ള അടി മാതിരി അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഫാമിലി എല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു. ഒരാളില്ല ഏരിയയിലൊന്നും, എല്ലാവരും ഓടി. ഇത് 10 മിനിറ്റൊക്കെ ആയി ഈ അടി നടക്കുന്നു. കുറച്ച് പേര് താഴെ കിടപ്പുണ്ട്, അടി വീണ്ട് ബാബുരാജിൻ്റെ അടി കൊണ്ട് വീണവർ താഴെ കിടപ്പുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം റസാഖ് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബൊറോട്ടയും ചിക്കനും ഭയങ്കര ഫാസ്റ്റായിട്ട് തിന്നുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, റസാഖേ വാടാ പിടിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് റസാഖ് ഇവിടെ മൈൻഡില്ല, തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാബുരാജിനെ ഞാൻ പിടിക്കുക, ബാബുരാജ് എന്നെ പിടിക്കാൻ സമ്മതിക്കില്ല, മാറി നിന്നോ എന്ന് പറഞ്ഞ് അടിക്കുക. ഇതിനകത്തൊരു 6-7 പേര് വീണ് കഴിഞ്ഞു താഴെ. അന്നേരത്തേക്ക് ഞാൻ ഒരു ദിവസത്തെ ഓടി റസാഖിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. റസാഖിൻ്റെ അടുത്ത് എന്തുകൊണ്ടാ നീ കാണിക്കുന്നത്, ഇപ്പോഴാണോ നിനക്ക് തിന്നാൻ കണ്ട സമയം നീ ചോദിച്ചപ്പോൾ റസാഖ് എൻ്റെ അടുത്ത് പറഞ്ഞത് എവർഷൈൻ മണിയണ്ണനാണ് നമ്മുടെ പടത്തിൻ്റെ റിലീസ്. അപ്പോൾ നമ്മളെ ജാമ്യത്തിൽ എടുക്കേണ്ടത് എവർഷൈൻ മണിയണ്ണനാണ്. ഇന്ന് വെള്ളിയാഴ്ച, നാളെ ശനി ഞായർ ജാമ്യം കിട്ടത്തില്ല. നമുക്ക് അവിടെ ഭക്ഷണവും കൊണ്ട് തരത്തില്ല ആരും, നമ്മളെല്ലാവരും ജയിലിലാവും 3 പേര്. അപ്പോൾ ഇന്ന് തിന്നു കഴിഞ്ഞാൽ 3 ദിവസം നമുക്ക് മാനേജ് ചെയ്ത് പോകാം, നീ കൂടെ വന്നിട്ട് തിന്നാൻ നോക്കടാന്ന്. അതാണ് റസാഖ് എന്ന് പറയുന്നത്. ഇത്തരം ഒരാളിനെ വെച്ച് ഞാൻ പിന്നെയും പടങ്ങൾ ചെയ്തു. അങ്ങനെ ഉത്തമൻ കഴിഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ് ഞങ്ങൾ ചെയ്ത പടമാണ് പകൽപൂരം എന്ന് പറഞ്ഞ പടം. പിണങ്ങിപ്പോയ രാജൻ രണ്ടാമത് വന്ന് ജോയിൻ ചെയ്ത പടമാണ് പകൽപൂരം. ആ പിണക്കം മാക്സിമം പോയ ഒരു 60-70 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. രാജനുമായിട്ട് ഞങ്ങൾ പിന്നെ ഇമ്മീഡിയറ്റ് പകൽപൂരം എന്ന് പറഞ്ഞ പടം ചെയ്യുന്നു. അത് ഒരു ഹ്യൂമർ ഫിലിമായിരുന്നു, ഹൊറർ ഫിലിമാണ്. വളരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഒരു പടമാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഓടില്ല എന്ന് വിചാരിക്കുകയും പിന്നെ പെട്ടെന്ന് അങ്ങനെ ആ ഒരു ട്രെൻഡ് പടർന്ന് കയറുകയും ഭയങ്കരമായിട്ട് ഓടുകയും ചെയ്ത പടമാണ്. അതിനുശേഷം ഇമ്മീഡിയറ്റ് അത് സന്തോഷ് ദാമോദരൻ എന്ന് പറഞ്ഞ ആൾ ചെയ്ത പടമാണ്. പിന്നെ പുള്ളി എന്നെ പറഞ്ഞു ഒരു ഇമ്മീഡിയറ്റ് പടം പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു പടം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ പടം. അത് റസാഖിൻ്റെ ഒരു കഥയാണ് വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. വാൽക്കണ്ണാടി റസാഖിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ മറന്നുപോയ ഉത്തമനിലെ ഒരു എപ്പിസോഡുണ്ട്. ഉത്തമനിൽ ഈ നമ്മൾ ചില ആൾക്കാരില്ലേ എന്ന് വെച്ചാൽ
ശല്യങ്ങളായിത്തീരും സെറ്റ് വന്നിട്ട്. അങ്ങനെ ബാബുവിൻ്റെ ഒരു പഴയ ഏതോ ഒരു ഫ്രണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്ന്, പിന്നെ ഭയങ്കര ജാട പുള്ളി. ജാടാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആർട്ടിസ്റ്റ് വരുമ്പോൾ എണീക്കാതിരിക്കുക, അവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മാറിക്കൊടുക്കാതിരിക്കുക, ആവശ്യമില്ലാത്തടത്ത് കയറി നിന്നിട്ട് ഓരോ ഒപ്പീനിയൻ പറയുക. അങ്ങനെയൊക്കെ ഒരു ജാടയായിട്ട് കുറേ. ബാബുവിനാണെങ്കിൽ പുള്ളിയെ പറഞ്ഞയക്കാനും പറ്റത്തില്ല. ബാബു എൻ്റെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറഞ്ഞയക്കാൻ പറ്റണ്ടേ എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം ജയറാം വന്നപ്പോഴത്തേക്ക് എണീറ്റില്ല. ജയറാം ചോദിച്ചു, ഇതാരിത്? ഞാൻ പറഞ്ഞ ബാബുവിൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞ് വന്നതാണ്, ഒരു നിവൃത്തിയില്ല, പോകുന്നില്ല. ബാബു തന്നെ പറഞ്ഞു വിട്ടിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകുന്നില്ലല്ലോ ജയറാമേ എന്ന് പറഞ്ഞു. അപ്പം ഉച്ചയ്ക്ക് ബ്രേക്ക്, എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളിരിപ്പുണ്ട്. ഈയുടെ ബാഗ് ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചെയർ അതിനകത്ത് പോയി. ആരും വന്നിട്ട് പുള്ളി മെയിൻ ചെയ്യുന്നില്ല, പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരോ വന്ന് പറഞ്ഞ് പുള്ളി മാറിപ്പോയപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ട്. ബാബുരാജുണ്ട്, ബാബു ആൻ്റണി ഉണ്ട്, അബുസലീമുണ്ട്, ജയറാമുണ്ട്, സിദ്ദിഖുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സ് ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ ഒരു വലിയ സീനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇവനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ, പറഞ്ഞു വിടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സീൻ തുടങ്ങി. ഉത്തമനാഥ സീൻ എന്ന് പറയുന്നത് ജയറാമിനെ ഒരാളെ കൊന്നതിന്, ബാബുവാനിയുടെ അനിയനെ കൊന്നതിന് പിടിച്ചുകൊണ്ട് വന്ന് ജയിലിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ബാബുവാനി ഒരു ടെററായിട്ട് ഇതിനകത്തേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഈ സ്റ്റേഷനിലേക്ക് കയറി വരികയും ഉത്തമനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എത്ര പോലീസ് ഫോഴ്സ് ഉണ്ടെങ്കിലും പുള്ളിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പുള്ളി വരികയും, സിദ്ദിഖ് ജയറാമിനെ ഒരു ജയിലിനകത്താക്കി ലോക്ക് ചെയ്ത് കീ പോക്കറ്റിലിട്ട് ഇയാളെ തള്ളി പുറത്താക്കുന്നതാണ് സീൻ എന്ന് പറയുന്നത്. ബാബു അന്യെ തള്ളി പുറത്താക്കുന്നതാണ് സീൻ. അപ്പോൾ ആ റൂമിനകത്ത് അത്രയും പേര് നിറയത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ റോഡിൻ്റെ പുറത്ത് ഒരു ഹോൾ ഇട്ടു, ഒരു ദ്വാരം ഇട്ടിട്ട് ക്യാമറ മാത്രം അതിലൂടെ ഇറക്കി വെച്ചിരിക്കുക. ഇപ്പറേ ഒരു ചെറിയ ദ്വാരമുണ്ട്, അതിലൂടെ കാണുകയും ചെയ്യാം. ഞാനും ഒരു ഗോഡ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ്. ക്യാമറാമാൻ ഷാജി അപ്പുറം മേളിൽ കയറി നിൽപ്പുണ്ട്. അപ്പം പോലീസുകാർ തികയാത്തതുകൊണ്ട് ഈ മറ്റേ ശല്യക്കാരൻ്റെ അടുക്കൽ പറഞ്ഞു, നിങ്ങളൊരു കോസ്റ്റ്യൂം എടുത്തിട്ട് ആ പോലീസുകാരനായിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് അഭിനയമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അയാളെ അഭിനയക്കാരനുമായിട്ട് അയാളും ഉണ്ട്, അഭിനയിക്കുന്നുണ്ട് ഈ സീനിൽ. അത് ഭയങ്കര ബഹളമാണ് ആ സീനിൻ്റെ അകത്ത്, അടിയും പിടിയും ബഹളവും ഒക്കെയാണ്. അപ്പം നമ്മൾ മേളിൽ നിന്ന് ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞു, ബാബുവാനി വന്ന് ഇറങ്ങുന്നു, ഇതിനകത്തേക്ക് കയറുന്നു. ഒരു വലിയ ഷോട്ടാണ്. തള്ളി സിദ്ദിഖ് ജയറാമിനെ അകത്താക്കുന്നു, പോലീസുകാർ ചിലർ ഇടിച്ച് വീഴുന്നു, അവരെ ബാബുവാനിയെ തള്ളി ഇവർ പുറത്തേക്ക് വിടുന്നു. ജയറാം മാത്രം ആ സ്റ്റേജിനകത്ത് സെല്ലിനകത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതാണ് ഷോട്ടെന്ന് പറയുന്നത്. എല്ലാം ഓക്കെ, കറക്റ്റായിട്ട് ഫസ്റ്റ് ഷോട്ട് തന്നെ, ടേക്ക് തന്നെ ഓക്കെ ആയി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പം അല്ല ഓക്കെ അല്ല എന്ന് പറഞ്ഞ് അതിനകത്ത് ജയറാം മാത്രമായിട്ട് കിട്ടണം. ഓക്കെ അല്ല, ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം നോക്കുമ്പോൾ താഴെ ഒരു പോലീസുകാരൻ കിടക്കുന്നു അവിടെ. ഞാൻ നീ എന്ത് കിടക്കുന്ന, അയാളെ എണീക്കാൻ പറ. അയാൾ എണീക്കുന്നില്ല. ആൾ പോയി കുലുക്കി വിളിച്ച് നോക്കി, അയാൾ അനങ്ങുന്നില്ല. തിരിച്ചിട്ട് നോക്കിയപ്പോൾ ഏതാണെന്നറിയാം, നമ്മുടെ ആ ശല്യക്കാരനായിട്ടുള്ള ആൾ. അയാൾ താഴെ ബോധമില്ലാതെ കിടക്കുകയാണ്. നമ്മൾ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ മുഖത്തേക്ക് നോക്കി, ആരാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് ചോദിച്ചു. ജയറാം പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ബാബുരാജൻ, എൻ്റെ ദൈവത്തിനാണ്, ഞാൻ ചെയ്തിട്ടില്ല. ബാബുവാനിയും പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. ആ ചെക്കൻ്റെ ബാക്കിൽ ഇത്ര ഒരു മുഴ, അത് ബോധമില്ലാതെ കിടക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അന്ന് ബാഗ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അയാളെ ഒരു സെറ്റിലും കണ്ടിട്ടില്ല. പിന്നെ അയാളെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പിന്നെ വളരെ സ്മൂത്തായിട്ട് പോയി. അയാൾ അഭിനയവും നിർത്തി സ്ഥലം വിട്ടു. ഇതാണ് ആ ഉത്തമനകത്ത് നടന്നൊരു സംഭവം. അത് പറയാൻ വിട്ടുപോയതാണ്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മൽക്കണ്ണാടി എന്ന് പറയുന്ന സീൻ എഴുതാൻ വേണ്ടിയിട്ട് റസാക്കിനെ നമ്മളൊരു എറണാകുളത്ത് സന്തോഷ് ദാമോദരൻ ഒരു ഫ്ലാറ്റ് എടുത്ത്, ഒരു വീടെടുത്ത് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും,
എൻ്റെ ചോദിച്ചു നീ എന്തിനു വരുന്നു, നീ പൊക്കോ, ഞാൻ എഴുതി തീർന്നിട്ട് വിളിക്കാം നിന്നെ എന്ന് പറയും. ഞാൻ പറഞ്ഞിടേ എന്തെങ്കിലും ആയി എന്നൊന്ന് അറിയണ്ടേ, അതൊന്നുമില്ല ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറയും. അപ്പോൾ 6 മാസമായി, എടാ തുടങ്ങണ്ടേ, നമുക്ക് തുടങ്ങിക്കോ, അടുത്ത നിങ്ങൾ 2 മാസത്തിനകം വെച്ചോ. മണിയാണ് അഭിനയിക്കുന്നത്. ഒരു എലിമെൻ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു സീസണൽ മാഡ്നസ് ആണ്. അപ്പം ഞാനിങ്ങനെ പകൽപൂരത്തിന് പോയപ്പോഴത്തേക്ക് അതൊരു ജൂൺ ജൂലൈയിൽ തെങ്കാശിയിലൊരു കാറ്റടിക്കും, ഭയങ്കര കാറ്റാണ്. ആ കാറ്റടിച്ചു കഴിഞ്ഞാൽ തെങ്ങൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കും. അപ്പം അതൊക്കെ ഞാൻ റസാക്കിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസാക്ക് ആ കാറ്റായിരിക്കണം നമ്മുടെ മെയിൻ വിഷയമെന്ന് പറയുന്നത്. ഇങ്ങനെ കാറ്റടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വളയും. ഈ സമയത്താണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത്, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് കിട്ടത്തില്ല, കാറ്റ് കിട്ടത്തില്ല. എന്നുവെച്ചാൽ അയാളുടെ ജീവിതം ആ കാറ്റ് പോലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു സീസണൽ വൈകുന്നേരം വരെ അതിനകത്ത് ഒരു ഡയലോഗിൽ ഹിൻഡ് ചെയ്ത് പോയിട്ടുള്ളതാ, എൻ്റെ ജീവിതം തുലാമാസത്തിലെ ആകാശം പോലെയാണ്. ഉച്ചവരെ കാറ്റും വെളിച്ചവും സന്തോഷമൊക്കെ ആയിരിക്കും, ഉച്ച കഴിഞ്ഞാൽ മഴക്കാറും ഇടിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അയാളുടെ മാനസികാവസ്ഥ പറഞ്ഞു പോകുന്ന ഡയലോഗുകളൊക്കെ ഉള്ളൊരു പടമാണത്. അങ്ങനെ റസാക്കിനെ എഴുതാനിരുത്തി ഈ കഥകളെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, ഇങ്ങനെ ആയിരിക്കണം, നമ്മളൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, കറക്റ്റാണത്, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റാണ്, കുറച്ച് പനകളുമൊക്കെ ഉള്ള അവിടെയാണ് സെറ്റൊക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സെറ്റ് നമ്മുടെ വർക്ക് തുടങ്ങുന്നു. അപ്പം ഷൂട്ടിനൊരു ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്നാൽ റസാക്ക ഒന്ന് വായിച്ച് കേൾക്കാമല്ലോ, തീർന്നിട്ടുണ്ട് പോരെയെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് വായിച്ച് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഈ കഥയായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു കഥ, വെറും ഒരു നാടകക്കാരൻ്റെയൊക്കെ ഒരു കഥ എഴുതി റസാക്ക് വെച്ചിരിക്കുക. അയ്യോ റസാക്ക ഇതെന്താ ഇത്, എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. സന്തോഷം അത്ഭുതപ്പെട്ടു. സന്തോഷിൻ്റെ അന്ന് ഞങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് ഉള്ള ഒരാൾ അനിൽ മുരളി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അനിൽ മുരളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേഷം ചെയ്യുന്നുണ്ട് അതിനകത്ത്. അനിലിൻ്റെ കാര്യം ഞാൻ പറയാം. അനിലിനെ വെള്ളവടി നിർത്തിയിരിക്കുകയാണ്. വെള്ളമടിച്ചാൽ നിനക്ക് ആ വേഷം തരത്തില്ല എന്ന് പറഞ്ഞ് നീ കറക്റ്റായിട്ടിരിക്കണം, കണ്ടാൽ തലമുടിയൊക്കെ കുറച്ച് പറ്റ വെട്ടിച്ചിട്ടൊക്കെ അവനെ നിർത്തിയിരിക്കുകയാണ്, റെഡിയാക്കി. അവനങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് 6 മാസം വെള്ളമടിക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റസാക്കിൻ്റെ ഇതെല്ലാവരും അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞു നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സ്ഥലം വിട്ടു. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ, ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ എന്നെ എൻ്റെ പറയാതെ നിന്നതല്ലേ എന്ന് പറഞ്ഞു. സന്തോഷ് ദാമോദരനും അനിൽ മുരളിയും പോയി, ബാബു മാത്രം ഒന്ന് പോവാതെ അവിടെ താമസിച്ചു. രാത്രി ആയപ്പോഴത്തേക്ക് ബാബുവിനെ എടുത്തിട്ട് പൊരിച്ചു റസാക്ക്. എന്തൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി, ബഹളമുണ്ടാക്കി. രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് സന്തോഷം അറിഞ്ഞു. സന്തോഷം പറഞ്ഞെല്ലാം നിങ്ങൾ വെക്കേറ്റ് ചെയ്തു, പൊക്കോ, ഞാൻ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു അയാൾ സിനിമ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പോവുക. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് 3 ദിവസം തരാം സന്തോഷിൻ്റെ ഒക്കെ പറയാൻ. ഞാൻ നിങ്ങൾ എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ സന്തോഷെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു 3 ദിവസം തരണം. എന്തിന് 3 ദിവസം? 3 ദിവസം കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമെന്ന്. ഈ 6 മാസം കൊണ്ട് എഴുതാത്ത സാധനം എങ്ങനെ 3 ദിവസം കൊണ്ട് എഴുതും? നിങ്ങൾ എനിക്ക് 3 ദിവസം തരാൻ പറ്റുമെങ്കിൽ തരിക, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാമെന്ന്. 3 ദിവസം എടുത്തോളാൻ പറഞ്ഞു. 3ാമത്തെ ദിവസം രാവിലെ 12 മണിയാകുമ്പോൾ എല്ലാവരും പോരാൻ പറഞ്ഞു. 3ാമത്തെ ദിവസം 12 മണിയായപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കറക്റ്റായിട്ട് വെച്ചിരിക്കുക, ഒരു മാറ്റം പോലും അതിനകത്ത് പിന്നെ മാറ്റിയിട്ടില്ല. എക്സലൻറ്റ് സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. അതാണ് റസാക്ക് എന്ന് പറയുന്നത്. ആ പടത്തിൽ അഭിനയിച്ചത് മണിയാണ്. അപ്പം മണിയുടെ കൂടെ അന്ന് അഭിനയിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒരു നായികയെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഇഴുകി അഭിനയിക്കുന്ന ഒരു നായികയെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ആ പടത്തിന്. അപ്പം തൊട്ട് മുമ്പ് ചെയ്ത പകൽപൂരം എന്ന് പറഞ്ഞ പടത്തിൽ ഗീതു മോഹൻദാസാണ് അഭിനയിച്ചത്. അപ്പം ഗീതു ഞങ്ങളുമായിട്ടൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഗീതുവിനെ ഞങ്ങൾ പറഞ്ഞു, ഗീതു ഇതാണ് സംഭവം, ഗീതു അഭിനയിച്ചാലേ അത് നിൽക്കത്തുള്ളൂ. അങ്ങനൊരു ഭയങ്കര ഫയറുള്ള പെണ്ണാണ്. എന്നുവെച്ചാൽ അങ്ങനെ അഗാധമായി ഒരു ആർത്തി പോലെ ഇയാളെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് ആണ് നമുക്ക് വേണ്ടത്. ഇയാളൊരു കൊല്ലൻ്റെ ക്യാരക്ടറാണ്, അവരെ സ്നേഹിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. ഇയാൾക്ക് മാഡ്നസ് വരും. ഈ മാഡ്നസ് വരുമ്പോഴത്തേക്ക് ഇയാൾ കാണുന്നത് ഈ പെണ്ണെ ദേവിയായിട്ടാണ് കാണുന്നത്. ഈ മാഡ്നസ് വരുമ്പോഴത്തേക്ക് ആ ഭ്രാന്തിനെയും സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗീതു പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ പാട്ടുകളും നല്ല പാട്ടുകളാണ്, ജയചന്ദ്രൻ്റെ പാട്ടുകൾ, മണിക്കുയിലേ എന്നൊക്കെയുള്ള പാട്ടുകൾ അതിനകത്ത് വന്ന പാട്ടുകളാണ്. അങ്ങനെ വാൽക്കണ്ണാടിയുടെ വർക്ക് മുമ്പോട്ട് പോകുന്നു. അവിടെ നമ്മൾ സെറ്റിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ടിങ്ങൊക്കെ വളരെ നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് സീൻസ് ഇല്ല, ഒരു 6 മണി വരെ ഉള്ളൂ ഷൂട്ട്. അപ്പോൾ രാവിലെ പോയി ഷൂട്ട് തുടങ്ങും,
ഷൂട്ടിനകത്ത് വലിയ ഡയലോഗ്സുകളൊക്കെ കുറവാണ് അതിനകത്ത്. മണിയുടെ മുമ്പേ നമ്മൾ ആനയുടെ കാര്യം പറഞ്ഞ മാതിരി മണിയുടെ പാട്ടുകളും മണിയുടെ ആക്ഷൻസും ഒക്കെ കൊണ്ട് ഇങ്ങനെ കോർത്തിണക്കി പോകുന്ന ഒരു പടമാണ്. മണിയുടെ ഒരു ഭ്രാന്തത്തരവും ഒക്കെ കൊണ്ട് കോർത്തിണക്കി പോകുന്ന ഒരു പടമാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ അങ്ങനെ മണി തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക, അങ്ങനെ വളരെ സ്മൂത്തായിട്ട് 5 മണി വരെ ഉള്ളൂ ഷൂട്ട്. 5 മണി കഴിഞ്ഞാൽ അങ്ങനെ ഷൂട്ട് നിർത്തിയിട്ട് എല്ലാവരും കൂടെ ഫോൾസിലേക്കാണ് പോകുന്നത് കുളിക്കാൻ. അവിടെ ഒരു ഓൾഡ് ഫോൾസ് ഉണ്ട്, അവിടെ നമ്മൾ പൈസ കൊടുത്താൽ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് തരും, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം വണ്ടിയായിട്ട് ഒരു 6 മണിയാകുമ്പോൾ അവിടെ പോവുകയും ഈ സെറ്റിലെ ഫുൾ ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുകയും ഡാൻസ് ചെയ്യുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്ത് തിരിച്ചു വരുന്നു. എല്ലാ ദിവസവും ഇതാണ്, ഒരു ദിവസം മുടക്കമില്ലാതെ ഇത് ലാവിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഒരു എന്താ പറയുന്ന ഒരു ട്രാവൽ മാതിരി, ഒരു എക്സ്കർഷനൊക്കെ മാതിരി, അല്ലെങ്കിൽ ഒരു ജോയ് ട്രിപ്പ് മാതിരി ആസ്വദിച്ച ഒരു പടമാണ് വാൽക്കണ്ണാടി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസത്തെ ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ബാബു നമ്പൂതിരി എന്നാണ്. അപ്പം ബാബു നമ്പൂതിരിക്ക് ഒരു നമ്പൂതിരി ഭാഷ എവിടെയോ മറഞ്ഞു പോയെങ്കിലും നാക്കിൻ്റെ തുമ്പത്ത് എവിടെയോ ഇരിപ്പുണ്ട്. വരില്ല പോകുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ പാട്ടെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാതെ പുറത്തിങ്ങനെ കസേരയിരിക്കുമ്പോഴത്തേക്ക് അവിടെ ലൈറ്റപ്പൊക്കെ നടക്കുന്നേ ഉള്ളൂ. ചുമ്മാ ഞാൻ നോക്കിയപ്പോൾ ബാബു നമ്പൂരി ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ബാബു ഇങ്ങനെ വന്ന ഒരു കാര്യം ചോദിക്കട്ടെ, ബാബു എങ്ങനെയുണ്ട് നമ്മൾ എടുക്കുന്നതൊക്കെ? അപ്പം ബാബു എടുക്കുന്നപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാൽ ചിലപ്പം ഞാൻ എന്നെ പൊക്കി പറയുന്നതായിരിക്കത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പറഞ്ഞു, പാട്ടങ്ങോട്ട് ശരിയാവണില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതൊരു തമാശയായിട്ട് തോന്നി. ഇത് എന്ത് ശരിയാവാതിരിക്കും, പാട്ട് നമ്മളെടുക്കുന്നത് അത് ശരിയാവണില്ല, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് നന്നായിട്ടാണ് എടുക്കുന്നതെന്ന് എനിക്കെന്നാൽ നല്ല ബോധമുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊരു തമാശയായിട്ട്, ഈ തമാശ മുമ്പ് പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അഞ്ചിലൊരാൾ അർജുനൻ്റെ 1 ലൈൻ എഴുതിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അന്നും പറഞ്ഞു അപ്പോൾ ശരിയാവണില്ല, നീ ബാബു നമ്പൂതിരി പണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതൊരു കോമഡി ആയിട്ട് റസാക്കിൻ്റെ ഒക്കെ പറഞ്ഞു, റസാക്കേ ഇങ്ങനെ ബാബു നമ്പൂതിരി പറഞ്ഞു അങ്ങോട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് തമാശയായിട്ടാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ട് അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് പറഞ്ഞു. തമാശയായിട്ട് ഞങ്ങൾ രണ്ടും തിരിച്ചു വിട്ടു. ഞാൻ കിടന്നുറങ്ങി. ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഒരു ബഹളം കേൾക്കാം, എവിടുന്നോ ഒക്കെ ഒരു ബഹളം, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഭീകര ബഹളങ്ങളും കാര്യങ്ങളുമൊക്കെ കേട്ട് ഞാൻ നോക്കും. പിന്നെ എൻ്റെ ഡോറിൻ്റെ അവിടെ ഒരു മുട്ടാണ്. മുട്ടി നോക്കുമ്പോഴെന്ന് വെച്ചാൽ മണി നിപ്പുണ്ട്. മണിയുടെ ബാക്കിൽ മണിയുടെ മറ്റേ കോസ്റ്റ്യൂമർ മറ്റേ അവരൊക്കെ നിൽപ്പുണ്ട്, കുറേ ബാഗുകളും ഉണ്ട് അവരുടെ കയ്യിൽ. മണി കരയുകയാണ്. എൻ്റെ അടുക്ക് പറഞ്ഞു, ഞാൻ പോവാ ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി എവിടെ പോകുന്നു? ഞാൻ അഭിനയിക്കുന്നത് ശരിയാവണില്ല എന്ന് അവൻ പറഞ്ഞില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അവനെ ആര് പറഞ്ഞു? റസാഖ് വന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് ശരിയാവണില്ല എന്ന് അവൻ പറഞ്ഞു. എല്ലാവരും അങ്ങനല്ലേ പറയുന്നത്, ശരിയാവണില്ല എന്ന് പറയുക ഞാൻ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞു. മണി പോകാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു, മണി അവൻ ചുമ്മാതെ പറഞ്ഞാണ്, ഞാൻ റസാഖിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് റസാഖിൻ്റെ ഒക്കെ പറഞ്ഞാൽ, ഇല്ല സാർ ഞാൻ പോവാണ് സാർ എന്നും പറഞ്ഞൊരു ഒറ്റ പോക്ക് ആര് വിളിച്ചിട്ട് നിന്നില്ല. കാറിൽ കയറി മണി പോയി. ഞാൻ വന്ന് രാവിലെ തിരിച്ചു വരുമായിരിക്കും, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഇത് കൂട്ടൊരു ഓടിക്കലും മുട്ടലും ഒക്കെ. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഈ ബാബു നമ്പൂതിരി ഓടുന്നു, റസാഖ് അതിൻ്റെ പുറകെ ഓടുന്നു, റസാഖിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഓടുന്നു. ഇത് ഒരു 5-6 ഹോട്ടലിൽ 5 ചുറ്റും ഓടിക്കുകയും റസാഖിനെ പിടിച്ചു മാറ്റുകയും ചെയ്തു. രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്നലത്തെ സംഭവമേ ഇല്ല. രാവിലെ ആകുമ്പോഴത്തേക്ക് 7 മണിയാകും നോക്കിയപ്പോൾ എല്ലാവരും റെഡിയാണ്. മണി റെഡിയാണ്, ഈ ഓടിച്ച കൊച്ചുബാബു റെഡിയാണ്, റസാഖ് റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. പക്ഷെ ആ കാര്യമേ എല്ലാവരും മറന്നുപോയിരുന്നു. രാവിലെ ഷൂട്ടിങ്ങിന് പോയി, സ്മൂത്തായിട്ട് ഷൂട്ടിങ് നടന്നുപോയി. ഇതായിരുന്നു ഈ റസാഖിൻ്റെ ഭ്രാന്തത്തരത്തിൻ്റെയും മണിയുടെ ഭ്രാന്തത്തരത്തിൻ്റെയും നമ്മുടെ എല്ലാം ഭ്രാന്തത്തരത്തിൻ്റെയും ഒരവസ്ഥ എന്ന് പറയുന്നത്. ഈ വാൽക്കണ്ണാടിയുടെ അവസ്ഥ ഇതായിരുന്നു. ആ ഭ്രാന്ത് പിടിപ്പിച്ച് നമ്മളെ ഭ്രമിപ്പിച്ച 2 പേരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് വ്യസനിക്കുന്ന വേറൊരു സത്യം. ജീവിതത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന പലരും നമ്മളെ വിട്ടുപോകുമ്പോഴാണ് നമുക്ക് അവരുണ്ടാക്കി തന്ന
നമ്മുടെ ചില കലയുടെ ചില എന്താ പറയുന്നത് ചില മിന്നലാട്ടങ്ങൾ നമുക്ക് ഓർമ്മ വരുന്ന അവരുടെ ആ കഴിവിലൂടെയാണ്. ഇവർ രണ്ടുപേരും വളരെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള വളരെ നല്ല കലാകാരന്മാരായിരുന്നു. പക്ഷേ രണ്ടുപേരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൽപ്പന ഒരു സമീക്ഷത്തിൽ എൻ്റെ നിന്നൊക്കെ വേർപെട്ട് തുടങ്ങി കഴിഞ്ഞ സമയത്തേക്ക് ഞാൻ കൽപ്പനയ്ക്ക് ലാസ്റ്റ് അയച്ചൊരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം, മരുന്ന് മുടക്കരുത് എന്നുള്ളതാണ്. അപ്പം എനിക്കറിയായിരുന്നു കൽപ്പനയ്ക്ക് അസുഖം ഉണ്ടെന്നുള്ളത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കൽപ്പനയ്ക്ക് അസുഖം ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. ഞാൻ അവസാനം അയച്ച മെസ്സേജിലൊക്കെ എഴുതിയിട്ടുള്ള ഇതാണ്. ഈ കൽപ്പനയുടെ വിഷയങ്ങളും ഞാൻ അവസാനം കേട്ടത് ഞാൻ വാരണാസി ഷൂട്ട് ചെയ്തുകൊണ്ട്, ഞാനൊരു ഹിന്ദി ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ന്യൂസ് കേട്ടത്. എന്നുവെച്ചാൽ ഞാൻ ഒരു തകർച്ചയാണത്. വാരണാസിയിൽ ആ ഒരു കാറിനുള്ളിൽ ഞാനൊരു 2-3 മണിക്കൂറുകളിരുന്നു. എന്നെ ആരും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാറിനുള്ളിൽ ഇരുന്നു.